ക്യാബിനറ്റ് പദവി നൽകാത്തതിൽ അതൃപ്തിയുണ്ട് എന്ന വാർത്തകൾ നിഷേധിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മന്ത്രിസഭയിലിരിക്കുന്ന അഭിമാനകരം എന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. അർജുൻ, വലിയ ചർച്ചയായിരുന്നു. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് മന്ത്രി പദവി ലഭിച്ചില്ല, സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനം ലഭിച്ചില്ല, അതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട് തുടങ്ങിയ തരത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളും ആ നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി വിശദീകരിക്കുന്നത് ഏത് തരത്തിലാണ്? സമൂഹമാധ്യമ അക്കൗണ്ട് വഴിയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം എത്തിയിരിക്കുന്നത്. ഈ അതിർത്തി എന്നുള്ള വാർത്ത വലിയ രീതിയിൽ തന്നെ വ്യാപിച്ചിരുന്നു. അത് കേരളത്തിന് അപ്പുറത്തേക്ക് ദേശീയ തലത്തിലും വലിയ രീതിയിലുള്ള ചർച്ചയായതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദീകരണമായി സുരേഷ് ഗോപി തന്നെ നേരിട്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല BJP നേതൃത്വത്തിൽ നിന്നടക്കം അദ്ദേഹത്തിന് നിരവധി കോളുകൾ വന്നിരുന്നു. അമിത്ഷാ അടക്കം നേരിട്ട് ബന്ധപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഈ മന്ത്രിസ്ഥാനം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയുമില്ല. അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി തന്നെ തുടരുമെന്നുള്ള കാര്യം സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മറ്റ് മന്ത്രിസഭാ അംഗങ്ങളുമായി അതുപോലെ തന്നെ BJP നേതാക്കളുമായി എല്ലാം കൂടിക്കാഴ്ചയ്ക്ക് ഇറങ്ങും ഡൽഹിയിൽ നിന്ന്. ഇപ്പോഴും അദ്ദേഹം ഹോട്ടലിൽ തന്നെയാണ് ഉള്ളത്. അല്പസമയത്തിനകം ഇറങ്ങുമെന്നുള്ള വിവരം അടക്കം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം എന്തായാലും നിലവിൽ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കും. അതിനുള്ള അനുമതിയും പ്രധാനമന്ത്രി അടക്കം BJP ദേശീയ നേതൃത്വത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത 5 വർഷം അദ്ദേഹം കേന്ദ്രത്തിൽ തന്നെ കേന്ദ്രമന്ത്രിയെ തന്നെ തുടരും. മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന് നിലവിലുള്ള കമ്മിറ്റ്മെന്റുകൾ പൂർത്തിയാക്കിയാൽ ഒരുപക്ഷെ ക്യാബിനറ്റ് മന്ത്രി അടക്കമുള്ള പരിഗണനകൾ ലഭിക്കുന്നതും ആലോചനയിലുണ്ട് എന്നുള്ളതാണ് നിലവിൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ BJP വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, അർജുൻ പീതാംബരനാണ് BJP ക്യാമ്പിലെ ഈ ചർച്ചകളുടെയും വിശദാംശങ്ങൾ ഡൽഹിയിൽ നൽകിയത്.